മണ്ടത്തരം പറഞ്ഞു. ഒന്നാം കാതോലിക്കായെ വഴിച്ചു. അത് അബ്ദുൽ മസീഹ പാത്രികസ് ആണെങ്കിൽ പാത്രികസിന്റെ കൽപ്പനയാണ് രണ്ടാം കാതോലിക്കായ നിങ്ങൾക്കൊരു കാതോലിക്കായ ഇല്ലാതെ വരുമ്പോൾ കാതോലിക്കായ വഴിക്കാനുള്ള അധികാരം ഈ സുന്നഹദോസിൽ നിക്ഷിപ്തമാണെന്ന് ഉള്ളതുകൊണ്ടാണ് രണ്ടാം കാതോലിക്കായെ ഒരു പാത്രികസിന്റെയും സാന്നിധ്യമില്ലാതെ ഇവിടെ വാഴി. അതെങ്ങനെയാണ് തിരുമേനി വാഴിച്ചത്? ഒന്നാമത്തെ കാതോലിക്ക അദ്ദേഹം മരിച്ചു, മുറിമറ്റത്തി പൗലൂസ്. ഒന്നാമത്തെ കാതോലിക്ക മുറിമറ്റത്തി പൗലൂസ് മരിച്ചത് നമുക്കറിയാം, വളരെ ഭീകരവും നടുക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. സെപ്റ്റംബർ മാസത്തിലോ മറ്റോ 15-ാം തീയതി മറ്റോ ആണ് ഇദ്ദേഹത്തെ വാഴിക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആയപ്പോഴേക്കും 7-ാം മാസം ആയപ്പോഴേക്കും ആൾ അപമൃത്യുവിനിരയായി. അങ്ങനെ കഴിഞ്ഞപ്പോ ആളുകൾക്ക് പേടി തട്ടി. കാരണം ഇത് പരിശുദ്ധ സിംഹാസനത്തോട് വിഘടിച്ചിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ശാപമാണെന്നുള്ളൊരു തോന്നൽ മലങ്കരയിൽ മൊത്തം വളർന്നു. അന്ന് മലങ്കരയിലുള്ള ഒരു മെത്രാനും ആ സ്ഥാനത്തോട്ട് കയറിയിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഒന്നാമത്തവന്റെ ചക്കക്കുരു പോലെ ഇരിക്കുമ്പോഴാണ് പട്ടാപ്പകൽ അശനിവാദം വന്ന് ആളടിച്ചു പോയി. ആ മൃതശരീരം യഥോചിതം സംസ്കരിക്കാൻ പോലും ആരും തുനിഞ്ഞില്ല. ഒരുപാട് സമയം ആ ശവം അവിടെ കിടന്ന് ആരും അടുത്തില്ല, തൊടാൻ പോലും അടുത്തില്ല. പിന്നെ ആരോ ഭയപ്പെട്ട് ഇതെടുത്ത് ആ പാമ്പാക്കൂടെ തന്നെ കുഴിച്ചിട്ട് അങ്ങനെ സംഭവിച്ചത് കേട്ടോ. മലങ്കര ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നവന്മാർ മനസ്സിലാക്കണം, നിങ്ങളുടെ പൂർവികർ ഭയന്ന് വിറച്ചു. ഈ തോന്നിയാസം ഈ നരണത്ത് കാണിച്ചിട്ട് സംഭവിച്ചതാ. അതോടെ വലിയ പേടിയായി കഴിഞ്ഞ് ഈ പറഞ്ഞ ധീരനായ മലങ്കര അസുരൻ വട്ടശ്ശേരി അടക്കമുള്ള ആളുകളുണ്ട്. ഒരുത്തനും അടുത്ത കാതോലിക്കാകാൻ ധൈര്യമില്ലായിരുന്നു. ആരോട് ചോദിച്ചാലും പല എക്സ്ക്യൂസാണ്. ഞാനൊരു ഹോമിയോ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്കിപ്പം കാതോലിക്കാകാൻ പറ്റില്ല എന്നാണ് വേറൊരാൾ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് 12 കൊല്ലം ഈയം പൂശാനുണ്ടോ, ഉണ്ടേൽ പൂശിത്തരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന പോലെ 12 കൊല്ലം മനോരമയും മറ്റാളുകളും കാതോലിക്കാകാൻ ആളുണ്ടോ, കാതോലിക്കാകാൻ ആളുണ്ടോ, ആരെങ്കിലും ഉണ്ടോ, കാതോലിക്കാകാൻ ആളുണ്ടോ. യുവമാരെ കണ്ട് മെത്രാന്മാര് പേടിച്ച് അകത്ത് കയറി. ഏറ്റവും അവസാനം പാവപ്പെട്ട ആ വള്ളിക്കാട്ട് ദേറാൽ ഇന്ന് കവറടങ്ങിയിരിക്കുന്ന അങ്ങേരെ പോയി കണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അങ്ങേര് സമ്മതിച്ചു കാതോലിക്കാന്ന്. അങ്ങനെ രാത്രിയാക്കാൻ അങ്ങേർക്ക് പേടിയായി. പിറ്റേ ദിവസം കാതോലിക്ക വാഴ്ച നടത്താമെന്ന് പറഞ്ഞ പള്ളിയിലോട്ട് പോകാതെ ഞായറാഴ്ച രാവിലെ അങ്ങേര് വേറെ പള്ളിയിൽ പോയി. ഇവർ ഈ ന്യൂസ് അറിഞ്ഞുകൊണ്ട് പുറകെ നിന്ന് അവിടെ ഇട്ട് വാഴിച്ചു. അങ്ങനെയാണ് ഇവർക്ക് രണ്ടാമത് കാതോലിക്ക 12 കൊല്ലത്തിന് ശേഷം ബലമായിട്ട് വാഴിച്ചാണ്. സത്യത്തിൽ ഈ ഒന്നാമത്തെ മുറിമറ്റം കാതോലിക്ക ബാവായുടെ കബറിടം ആ പാമ്പാക്കൂടെ ആരും കാണാതെ കിടക്കുക. അതൊന്ന് മോടി പിടിപ്പിച്ച് അവിടേക്ക് കോട്ടയത്തിൽ നിന്നൊരു പദയാത്രയോ, കാരണം എന്താണെങ്കിലും ഒരു ഇരയാണല്ലോ, അദ്ദേഹത്തിന് നീതി കിട്ടണം, ഒരു പ്രസക്തി വേണം. നമ്മുടെ ഒന്നാം കാതോലിക്കാണ്, അദ്ദേഹത്തിന്റെ കബറിടം ഒന്ന് അലങ്കരിച്ച് ഒരു പദയാത്ര നടത്തേണ്ടതാണ്. നിങ്ങൾ ഒരു നെയ്യപ്പ് വിതരണവും അവിടെ നടത്തണം. അത്രയും നന്ദി ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ കാണിക്കണം കേട്ടോ. അതുപോലെ വള്ളിക്കാട്ട് ദേറായിലെ തിരുമേനി കാരണം ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഇത് ഉണ്ടാക്കി 12 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും പുള്ളിയാണ് ധൈര്യമായിട്ടുള്ളത്. പുള്ളിക്കും ഒരു അർഹിക്കുന്ന ആദരവ്. വള്ളിക്കാട്ട് ദേറാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രസക്തി ഒന്നുമില്ല, അതും കൊടുക്കണം. ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പൊ ഇതിനകത്ത് ഈ 12 കൊല്ലം കഴിഞ്ഞപ്പോ അവിടെ കാതോലിക്കൊന്നുമില്ല മലങ്കരയിൽ. 12 കൊല്ലം ഒരു പെർഫെക്റ്റ് കാലാവധി. നിങ്ങൾക്കറിയാം, ഒരാളുടെ വസ്തു നിങ്ങൾ കരം കെട്ടിയാൽ, 12 കൊല്ലം തുടർച്ചയായിട്ട് കരം കെട്ടിയാൽ ആ വസ്തു നിങ്ങളുടേതാവും. 12 കൊല്ലം ഹോൾഡ് ചെയ്താൽ അത് നിങ്ങളുടേതാണ്, മറ്റാർക്കും ചോദിക്കാൻ പറ്റില്ല. അതാണ് ഒരു വ്യാഴവട്ടം എന്നാണ് പറയുന്നത്, ഒരു വ്യാഴവട്ടക്കാലം. അത് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സൂര്യനെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരാൻ 12 കൊല്ലം എടുക്കും. ഭൂമി ഓരോ വർഷം കറങ്ങും, പക്ഷെ വ്യാഴം 12 കൊല്ലത്തിൽ ഒരിക്കലേ കറങ്ങും. അതുകൊണ്ട് വ്യാഴം വട്ടം വെക്കുന്ന കാലഘട്ടമാണ് വ്യാഴവട്ടം. അതുകൊണ്ട് 12 കൊല്ലം മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിന് കാതോലിക്ക ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആദ്യം വരുന്ന കാതോലിക്കയുടെ എല്ലാ പ്രസക്തിയും, ആ കൽപ്പനയുടെ എല്ലാ പ്രസക്തിയും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ യുവമാര് കുറുക്കന്മാര് 4-5 പേര് കൂടുന്ന പോലെ ഇങ്ങനെ പിന്നെ 925 ഈ വള്ളിക്കാട്ടെ തിരുമേനി പിടിച്ച് കാതോലിക്ക ആക്കിയെന്നുള്ളൂ. അതുകൊണ്ട് ആ കാതോലിക്ക വായിക്കാൻ
നിങ്ങൾക്ക് അനുവാദം ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. സ്വതന്ത്ര സഭയാണ്. സ്വതന്ത്ര സഭകൾക്ക് എന്തും ചെയ്യാം. തങ്കുവിന് കോട്ടയത്ത് എന്തും ചെയ്യാം. അതുപോലെ തന്നെയാണ് മറ്റ് സഭകൾ. തൊഴിയൂർ സഭയ്ക്ക് മെത്രാനെ വാഴിക്കാൻ വേണ്ടി വേണ്ട. പക്ഷെ നിങ്ങളുടെ ഭരണഘടനയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് പാത്രികീസിനെ ക്ഷണിക്കണം, പാത്രികീസിന്റെ അനുവാദം മേടിക്കണം, പാത്രികീസിന്റെ അനുവാദത്തോടെ കാതോലിക്ക വാഴിക്കണം എന്നൊക്കെയാണ്. അതെന്തിനാണെന്നറിയോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? കോടതി കാണിക്കാൻ. കാരണം പാത്രികീസിനെ അംഗീകരിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭയെന്ന റോയൽ കോർട്ട് വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളാണ് ആധികാരിക സഭയെന്ന്. ഇത് മലയാളികൾ, വിശേഷിച്ച് മലങ്കരയിലുള്ളവർ മുഴുവൻ ഇവരുടെ ചതി മനസ്സിലാക്കണം. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിൽക്കുന്നവർ ഇവരും നേടിയെടുത്ത കോടതി വിധിയും സാമൂഹിക അംഗീകാരവും ഈ സ്വത്തുക്കളും ഈ പഴയ പള്ളികളും എല്ലാം പാത്രികീസിന്റെ പേര് പറഞ്ഞ് എന്തിന് ഏറ്റവും ഒടുവിൽ തർക്കത്തിലായിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബാവാപ്പറമ്പ് വരെ പാത്രികീസ് ബാവയുടെ കെയർ ഓഫിൽ കിട്ടിയിട്ടുള്ളതാണ്. അന്ത്യോക്യ സിംഹാസനത്തിന്റെ ഔദാര്യം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർവതന്ത്ര സ്വതന്ത്രൻ ആണ് താൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ പുത്തരിയൊന്നുമില്ല. അതുപോലത്തെ ഒരുപാട് സ്വതന്ത്ര സഭകൾ ലോകത്തുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് സഭകളുണ്ട്. ചില ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ബാക്കിയും കൂടെ കേൾക്കാം. 1925 അതുപോലെ തന്നെ 3-ാം കാതോലിക്കായും കൂടെ വാഴിച്ചു. 4-ാം കാതോലിക്കായെ ഈ സുന്നഹദോസിന്റെ തീരുമാനം അദ്ദേഹത്തെ വാഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ന ഏക സഭ മലങ്കര സഭയേ ഉള്ളൂ. അങ്ങനെ വല്ലാതെ വേറൊരു സഭയ്ക്കും അത് സാധിക്കുക. സ്വതന്ത്രമായി ഒരു സുന്നഹദോസിന് തീരുമാനമെടുത്ത് വാഴിക്കാൻ കഴിയുന്ന ഏക സഭ മലങ്കര സഭയേ ഉള്ളൂ. അങ്ങനെ വല്ലാതെ വേറൊരു സഭ. തിരുമേനി, അപ്പം തിരുമേനി ഒരു കാര്യം മനസ്സിലായി. മാർത്തോമ സഭയ്ക്ക് സ്വന്തമായിട്ടല്ലേ അവർ വാഴിക്കുന്നത്. അവരുടെ മണ്ഡലം കൂടി അവര് കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ച് അവര് തിരുമേനിമാരെ വാഴിക്കുന്നുണ്ട്. അപ്പൊ മാർത്തോമ സഭയല്ലേ ഒറിജിനൽ. മാർത്തോമ സഭയത്തോളം ഓതന്റിസിറ്റി ചരിത്രപരമായിട്ടോ സഭാപരമായിട്ടോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഞാൻ ആദ്യം പറഞ്ഞു തന്നെ പറയുകയാണ്, ഒന്നുകിൽ യാക്കോബായ സഭയാണ് ശരി, അല്ലെങ്കിൽ മാർത്തോമ സഭയാണ് ശരി. ഇടയ്ക്ക് നിൽക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് ശരിയാവുകയില്ല, ശരിയാകാൻ പറ്റുകയുമില്ല. ഇതാണ് യാഥാർത്ഥ്യം.